നിങ്ങളൊരു CBSE സ്റ്റുഡൻ്റ് ആണോ? എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കേണ്ട 10 സ്റ്റഡി ഹാബിറ്റ്സ് പറഞ്ഞു തരാം. ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റം ഫീൽ ചെയ്യും എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ കാര്യം, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എക്സാം വരുന്ന സമയത്ത് അവസാന സമയത്തുള്ള പ്രിപ്പറേഷനേക്കാളും ഏറ്റവും ബെറ്ററാണ് നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് പഠിച്ചിട്ട് അത് ബെറ്ററായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നും പഠിക്കുക. എത്ര എമൗണ്ട് പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരി എന്നും പഠിക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾ ശീലമാക്കുക. രണ്ടാമത്തത്, സെയിം ഡേ റിവിഷൻ. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് സ്കൂളിൽ എടുത്ത ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്പിൽ കണ്ട ക്ലാസ് നിങ്ങൾ ആ ഡേ തന്നെ റിവൈസ് ചെയ്യണം. ആ ഡേ റിവൈസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങളോട് അത് മറന്നു പോകും. അപ്പോൾ സെയിം ഡേ റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് മറക്കരുത്. രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഹാബിറ്റ്, പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. 3, NCERT ഫസ്റ്റ്. ഇതെന്തുകൊണ്ടാണ് NCERT ഫസ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ ക്ലാസ്സുകളൊക്കെ ബേസ്ഡ് ഓൺ NCERT നിങ്ങൾക്കറിയാം. ആൻഡ് NCERTയെ നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യണമെന്ന് പറയാൻ കാരണം, കൺസെപ്ച്വൽ ക്ലാരിറ്റിക്കും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ NCERT ആണ് ബെറ്റർ. അപ്പോൾ NCERTയിലുള്ള ചോദ്യങ്ങളും എക്സസൈസും നിങ്ങൾ ആദ്യം ചെയ്യുക. എന്നിട്ട് മാത്രം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗൈഡുകളെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. NCERT പഠിച്ചിട്ട് കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ എക്സ്റ്റേണൽ ഗൈഡിന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഗൈഡ് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നാലാമത്തത്, ആക്റ്റീവ് റീകോൾ. നിങ്ങൾ പഠിക്കുന്ന സമയത്തെ ഇങ്ങനെ ഒരുപാട് കാണാപ്പാഠം പഠിക്കുന്നതിന് മുമ്പ് ബുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റീഡ് ചെയ്യുന്നതിനേക്കാളും, നമ്മൾ വീണ്ടും വായിച്ചു നോക്കുന്നതിനേക്കാളും നല്ലത് ബുക്കൊക്കെ ഒന്ന് അടച്ചിട്ട് ഒന്ന് നിങ്ങളിങ്ങനെ റീകോൾ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നല്ലതുപോലെ ചെക്ക് ചെയ്യണം. അത് നിങ്ങളുടെ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, മെയിൻറ്റെയിൻ നോട്ട്സ്. നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും എഴുതി പഠിക്കുന്നത് വളരെ ബെറ്ററാണ്. നിങ്ങൾ പഠിക്കുന്ന മാത്സിലാണെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവും, ഫിസിക്സിലാണെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട കുറച്ച് തിയറീസ് ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫോർമുല ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. ഫോർമുല ബുക്ക് മാത്രമല്ല, ഒരു കൺസെപ്റ്റ് നോട്ടും ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ സബ്ജക്റ്റുകൾക്ക്. ആൻഡ് അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് നോട്ട്ബുക്ക് ഉണ്ടാക്കണം. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ചെയ്തു വെക്കാൻ, അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ ഒരു മിസ്റ്റേക്ക് നോട്ട്ബുക്ക് ഉണ്ടാക്കണം. കാരണം നമ്മൾ ആ മിസ്റ്റേക്ക് നോട്ട്ബുക്കിൽ എഴുതുന്നത് പിന്നെ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും. ഞാൻ ഇങ്ങനൊരു ചോദ്യം ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇതെനിക്ക് അറിയാത്ത ചോദ്യമായിരുന്നു. അപ്പോൾ നമ്മളത് 1-2 തവണ മറിച്ച് നോക്കും, നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും പിന്നീട്. ആൻഡ് ആപ്പ് യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം, ആപ്പിൽ നമുക്ക് മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക സെഷൻ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ആക്ച്വലി മിസ്റ്റേക്കുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ആൻഡ് യൂസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. ആൻഡ് അടുത്തതാണ് റൈറ്റിംഗ് പ്രാക്ടീസ്. നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്, പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് റൈറ്റിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതി പഠിക്കുക. ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ എഴുതി പഠിക്കണം. മാത്സ് പോലത്തെ പ്രോബ്ലം വരുന്ന സബ്ജക്റ്റുകളും നിങ്ങൾ എഴുതി പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവും. ആൻഡ് കാൽക്കുലേഷൻ എററുകളൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ റൈറ്റിംഗ് ഹാബിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ്. ആൻഡ് അടുത്തതാണ് ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. എന്നും നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് അനുസൃതമായുള്ള രീതിയിൽ നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പക്ഷേ അവിടെ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാത്സ്, അതേപോലെ ന്യൂമറിക്കൽസ്, കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എക്സാമിന് നിങ്ങൾക്കത് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തതാണ് 50-10 സ്റ്റഡി റൂൾ. ഇതെന്താ സംഭവം? നമ്മളിപ്പോൾ ഒരു ദിവസം 3-4 മണിക്കൂർ, നിങ്ങൾ എന്തായാലും 3-4 മണിക്കൂർ ഡെയിലി പഠിക്കണം. അത് നിർബന്ധമായുള്ള കാര്യമാണ്. അതിപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ 3-4 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യ ദിവസം 1 മണിക്കൂർ പഠിക്കുക, രണ്ടാമത്തെ ദിവസം അതൊരു 1.5 ആക്കുക, അങ്ങനെ ചെയ്യുക. ആൻഡ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 50 മിനിറ്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ഓക്കെ. നമ്മളെ ബ്രെയിനൊക്കെ അത് വർക്കിംഗ് പ്രോപ്പർ ആവണമെങ്കിൽ നിങ്ങൾ 50 മിനിറ്റ് ഫോക്കസ് ചെയ്യുക ആൻഡ് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റൂള് നിങ്ങൾ കീപ്പ് ചെയ്യുക. 3 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഓരോ 50 മിനിറ്റ് കഴിഞ്ഞിട്ടും 10 മിനിറ്റ് ബ്രേക്ക് എടുത്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ആൻഡ് അടുത്തതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്. ക്വസ്റ്റ്യൻ പാറ്റേണും എക്സാമിൻ്റെ പാറ്റേണും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മൾ തിരുത്തി നമ്മുടെ അറിയാത്ത കാര്യമാണെങ്കിൽ മിസ്റ്റേക്ക് ബുക്സിലേക്കൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് നമുക്ക് വീണ്ടും പഠിക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് ഉറക്കമൊഴിഞ്ഞ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ലീപ്പ് ആൻഡ് റുട്ടീൻ, നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ റുട്ടീൻ കറക്റ്റ് ആയിരിക്കണം, നിങ്ങളുടെ സ്ലീപ്പും പ്രോപ്പർ ആയിരിക്കണം. ഒരു 6 to 7 എങ്കിലും ഹവേഴ്സ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 6-7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം. പ്രോപ്പർ ഫുഡ് ആയിരിക്കണം. നിങ്ങൾ കഴിക്കുന്ന ഏതോ സമയത്ത് കഴിച്ചിട്ട് കാര്യമില്ല, എന്തോ കഴിച്ചിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ തന്നെ പ്രോപ്പർ ടൈമിന് കഴിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് നമ്മൾ ഒരുപാട് പഠിക്കുന്നു എന്നുള്ളതിലല്ല, നമ്മുടെ ഹെൽത്തും കൂടി റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ മാറ്റം നിങ്ങളുടെ പഠനത്തിൽ കാണാൻ പറ്റും ആൻഡ് നിങ്ങളുടെ എക്സാമിലെ മാർക്സിലും കാണാൻ പറ്റും. അപ്പം കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കാണാം. ബൈ.